റേഷൻ വിതരണം പ്രഖ്യാപിച്ചു. വീട് വയ്ക്കാൻ ലോണിനായി ഇനി ബുദ്ധിമുട്ടേണ്ട. 21 ലക്ഷം രൂപ കയ്യിൽ ലഭിക്കുന്ന ഒരു സ്കീമാണ്. ഹായ്, ഏവർക്കും സ്വാഗതം. ഞാൻ ബ്ലാക്ക്. 3 അറിയിപ്പുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. റേഷൻ വിതരണം പ്രഖ്യാപിച്ചു. കോളടിച്ച് മഞ്ഞക്കാട് ഉടമകൾ, പിങ്ക് നീല കാർഡ് ഉടമകൾക്കും ആശ്വാസമുണ്ട്. അടുത്ത അറിയിപ്പ്, വീട് വയ്ക്കാൻ ലോണിനായി ഇനി ബുദ്ധിമുട്ടേണ്ട. ലോൺ നൽകാൻ മുന്നോട്ട് വന്ന് ബാങ്കുകൾ. അടുത്ത അറിയിപ്പ്, 21 ലക്ഷം രൂപ കയ്യിൽ ലഭിക്കുന്ന ഒരു സ്കീമാണ്. നമുക്ക് ഈ 3 വാർത്തകളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ബട്ടൺ എനബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. നമുക്ക് വാർത്തയുടെ വിശദവിവരങ്ങൾ മനസ്സിലാക്കാം. സംസ്ഥാനത്തെ എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ പെർമിറ്റുള്ള മത്സ്യബന്ധനയാനങ്ങൾക്കും ഈ മാസം മുതൽ മണ്ണെണ്ണ വിതരണം ചെയ്യും. കേന്ദ്ര സർക്കാർ അനുവദിച്ച വിഹിതത്തിൽ നിന്നാണ് മണ്ണെണ്ണ വിതരണം ചെയ്യുന്നത്. 5676 കിലോ ലിറ്റർ മണ്ണെണ്ണയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചത്. ഇതിൽ 5088 കിലോ ലിറ്റർ മണ്ണെണ്ണ റേഷൻ കടകൾ വഴിയും ബാക്കിയുള്ള വിഹിതം ജൂൺ മാസത്തിൽ മത്സ്യബന്ധന ബോട്ടുകൾക്കും നൽകും. മഞ്ഞക്കാർഡ് ഉടമകൾക്ക് 1 ലിറ്ററും പിങ്ക്, നീല, വെള്ള എന്നീ കാർഡുകൾക്ക് 1/2 ലിറ്റർ വീതവുമാണ് മണ്ണെണ്ണ ലഭിക്കുക. ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള വിഹിതമാണ് ഈ മാസം ലഭിക്കുക. വൈദ്യുതീകരിക്കാത്ത വീടുകൾക്ക് 6 ലിറ്റർ മണ്ണെണ്ണ ലഭിക്കും. സംസ്ഥാനത്ത് മഞ്ഞ, നീല കാർഡ് ഉടമകൾക്ക് 1 വർഷമായും മറ്റു കാർഡ് ഉടമകൾക്ക് 2 വർഷത്തിലേറെയായും മണ്ണെണ്ണ വിതരണം ചെയ്തിരുന്നില്ല. നിലവിൽ മഞ്ഞ, പിങ്ക് കാർഡുകൾക്ക് മാത്രമാണ് മണ്ണെണ്ണ നൽകുന്നത്. കുറഞ്ഞ അളവിൽ എത്തിക്കുന്നത് നഷ്ടമാണെന്ന് ചൂണ്ടിക്കാട്ടി മിക്ക വിതരണക്കാരും പിന്മാറിയതിനാൽ ഈ വിഭാഗക്കാർക്കും യഥാസമയം കിട്ടാറില്ല. നിലവിൽ ഒരു ക്വാർട്ടറിൽ അനുവദിക്കുന്നത് 780 കിലോ ലിറ്റർ ആണ്. 14 സംസ്ഥാനങ്ങൾക്ക് മണ്ണെണ്ണ വിതരണം ഉപേക്ഷിക്കുകയും പടിപ്പടിയായി മണ്ണെണ്ണ വിതരണം നിർത്തലാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ ഇത്രയും അനുവദിക്കുമെന്ന് സിവിൽ സപ്ലൈസ് വകുപ്പ് പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. അതേസമയം ഓയിൽ കമ്പനികളിൽ നിന്നും മണ്ണെണ്ണ റേഷൻ കടകളിൽ എത്തിക്കുന്ന കരാറുകാർ മിക്കവരും ഈ രംഗം വിട്ടുപോയിരിക്കുകയാണ്. മണ്ണെണ്ണയുടെ അളവ് കുറഞ്ഞതോടെ ഇവർക്കുള്ള വരുമാനവും കുറഞ്ഞിരുന്നു. അളവ് കൂട്ടിയതോടെ ഇവരെ തിരിച്ചെത്തിക്കാനാണ് ശ്രമം. മണ്ണെണ്ണ അളന്നെടുക്കുന്ന ഉപകരണങ്ങൾ, ടാങ്കുകൾ ഉൾപ്പെടെ നശിച്ചെന്നാണ് ഇവർ സർക്കാരിലേക്ക് അറിയിച്ചത്. ലൈസൻസ് ഉള്ള ഇവർക്ക് മാത്രമേ മണ്ണെണ്ണ ഏറ്റെടുക്കാനാകൂ. ഇവരുമായി ചർച്ചകൾ നടന്നുവരികയാണ്. ആദ്യത്തെ 40 കിലോമീറ്റർ ദൂരം മണ്ണെണ്ണയുമായി പോകാൻ കരാറുകാർക്ക് നിലവിൽ 325 രൂപയാണ് നൽകുന്നത്. അത് 400 ആക്കണമെന്നാണ് അവരുടെ ആവശ്യം. അടുത്തൊരു അറിയിപ്പ് നോക്കാം. പുതിയ ഭവന വായ്പകൾ എടുക്കുന്ന ഉപഭോക്താക്കൾക്ക് പലിശയിൽ 0.4% ഇളവ് പ്രഖ്യാപിച്ച് പ്രമുഖ പൊതുമേഖലാ ബാങ്കായ ബാങ്ക് ഓഫ് ബറോഡ വിപണിയിൽ മത്സരം ശക്തമാക്കുന്നു. 15 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഭവന വായ്പകൾക്ക് പുതുക്കിയ നിരക്കനുസരിച്ച് 8% മുതൽ പലിശയാണ് ഈടാക്കുന്നത്. വായ്പ എടുക്കുന്നവരുടെ ക്രെഡിറ്റ് സ്കോർ പരിഗണിച്ചാകും പലിശ നിശ്ചയിക്കുക. വനിതാ ഉപഭോക്താക്കൾക്ക് പലിശ നിരക്കിൽ 0.05% കുറവുണ്ടാകും. ഏപ്രിൽ മാസത്തിൽ റിസർവ് ബാങ്ക് മുഖ്യ നിരക്കുകളിൽ വരുത്തിയ മാറ്റത്തിന് ആനുപാതികമായ കുറവ് ഉപഭോക്താക്കൾക്ക് നേരത്തെ കൈമാറിയിരുന്നുവെന്ന് BOB വക്താവ് പറഞ്ഞു. റിപ്പോ നിരക്കുമായി ബന്ധിതമായ നിലവിലുള്ള ഉപഭോക്താക്കൾക്കാണ് നേട്ടമുണ്ടായത്. വായ്പാ വളർച്ച ശക്തമാകുന്ന നടപടികളുടെ ഭാഗമായാണ് പുതിയ ഉപഭോക്താക്കൾക്ക് പലിശ നിരക്ക് ഇളവ് നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. റിസർവ് ബാങ്ക് വീണ്ടും പലിശ കുറച്ചേക്കും. ആഗോള സാമ്പത്തിക മേഖലയിലെ അനിശ്ചിതത്വങ്ങളും മാന്ദ്യ സാഹചര്യങ്ങളും പരിഗണിച്ച് നടപ്പു സാമ്പത്തിക വർഷം റിസർവ് ബാങ്ക് മുഖ്യ പലിശ നിരക്ക് 1.25% വരെ കുറച്ചേക്കുമെന്ന് SBI ഗവേഷണ വിഭാഗത്തിന്റെ പഠന റിപ്പോർട്ട്. അടുത്തൊരു അറിയിപ്പ്, വരുമാനം എത്ര ചെറുതോ വലുതോ ആയിക്കോട്ടെ അതിനെ കൃത്യമായി ഉപയോഗിക്കുക എന്നതാണ് പ്രധാനം. അതിനായി കൂടുതൽ ആളുകളും മാസം തോറും ഒരു നിശ്ചിത തുക ഏതെങ്കിലും ഒരു സാമ്പത്തിക പദ്ധതിയിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഏത് നിക്ഷേപ പദ്ധതിയിൽ ചേരുമ്പോഴാണ് കൂടുതൽ നേട്ടം ഉണ്ടാകുകയെന്ന കാര്യത്തിൽ ഭൂരിഭാഗം ആളുകൾക്കും ഇപ്പോഴും സംശയമുണ്ട്. വെറും 500 രൂപ നിക്ഷേപിച്ച് 21 ലക്ഷം വരെ നേടാൻ സാധിക്കുന്ന സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ പരിചയപ്പെട്ടാലോ? 500 രൂപ വീതം നിക്ഷേപിച്ച് എങ്ങനെ 21 ലക്ഷം രൂപ സ്വന്തമാക്കാമെന്ന് നോക്കാം. 12% പലിശയും ഈ പദ്ധതി വാഗ്ദാനം ചെയ്യുന്നുണ്ട്.
25 വർഷം വരെ കാലാവധിയുള്ള ഒരു നിക്ഷേപ പദ്ധതിയാണിത്. ഏറ്റവും കുറഞ്ഞത് 500 രൂപയുടെ നിക്ഷേപം നടത്തി നിങ്ങൾക്ക് ചേരാം. മാസം തോറും നിങ്ങൾ 500 രൂപ നിക്ഷേപിക്കുക. ഇത്തരത്തിൽ 25 മുതൽ 30 വർഷം വരെ നിക്ഷേപിക്കുക. നിക്ഷേപം ആരംഭിച്ച് എല്ലാ വർഷം കഴിയുമ്പോഴും അടുത്ത വർഷം 500ന്റെ 10% വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. രണ്ടാം വർഷത്തിൽ നിങ്ങൾ 550 രൂപ നിക്ഷേപിക്കണം. ഇങ്ങനെ 25 വർഷം നിങ്ങളുടെ നിക്ഷേപത്തിൽ തുടരുകയാണെങ്കിൽ നിങ്ങളുടെ ആകെ നിക്ഷേപം 5,90,082 രൂപയാകും. പലിശയും കൂടി കൂട്ടുമ്പോൾ 15,47,691 രൂപയാകും. ഇതേ രീതിയിൽ 21 വർഷം പദ്ധതിയിൽ തുടരുമ്പോൾ നിങ്ങളുടെ നിക്ഷേപം 21,37,773 രൂപയാകും. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള ബാങ്കുകളുമായി ബന്ധപ്പെടുക.